മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നീ ഒറ്റൊരുത്തൻ കാരണമാണ് എൻ്റെ മോൾ ഈ കരയാനുള്ള അവസ്ഥയായത്. ഇവൻ അതുണ്ട് ഇതുണ്ട് കമ്പനിയുണ്ട് അതുണ്ട് എല്ലാം പറഞ്ഞിട്ടാണ് എൻ്റെ മോളെ കല്യാണം കഴിച്ചത് എന്നിങ്ങനെ പറയണ കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, ഇവനെ നമ്മളെ ഇളക്കാൻ വേണ്ടിയിട്ടാണോ ഓരോന്നും പറയുന്നത് എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്ക് മേഘേട്ടനിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. മേഘേട്ടനെ അയാളെ കൊല്ലാൻ പോയപ്പോഴാണല്ലോ മേഘേട്ടന് ഇതെല്ലാം സംഭവിച്ചത്. അയാൾ നടക്കണ കാര്യം മേഘേട്ടന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തായാലും മേഘേട്ടന് ഒരു വിശ്വാസമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. മതി ഞാൻ ജയിലിൽ പോയപ്പോൾ എൻ്റെ അച്ഛനോട് എനിക്ക് വെറുപ്പുണ്ടാക്കിയത് ഇയാൾ പറഞ്ഞ ഓരോ വാക്കുകൾ കേട്ടിട്ടാണ്. എന്നിട്ടാണ് ഞാൻ എൻ്റെ ഏട്ടനെ ഇങ്ങനെ ചെയ്യാൻ കാരണം ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയതും. അത് ഇയാൾ വെറും ചതിയായിരുന്നു ചെയ്തത് എന്നോട്. എൻ്റെ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും ശരി, മാർക്കോ വന്നാലേ എല്ലാവരുടെയും എല്ല് ശരിയാക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം വാ മോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വാമദേവൻ മേഘനാഥനെയും വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് പ്രതാപം പറയും, മോനെ എല്ലാം ശരിയാകും, എല്ലാം ശരിയായി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ നമുക്ക് റെഡിയാക്കാം എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മേഘനാഥനോട് വാമദേവൻ പറയും, അവരെ എന്തോ ഇളക്കി നമുക്ക് വിടാം, അത്രയും നമ്മൾ ചെയ്താൽ മതി. പക്ഷേ നീ അവരുടെ കൂട്ടം കേട്ടിട്ട് അങ്ങനെ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്. കാരണം കണ്ണനെയും മഹാലക്ഷ്മിയെയും സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നിനക്ക് നിൻ്റെ പെങ്ങളുടെ കാര്യം അങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് അവർ പറയുന്നതൊന്നും നീ പറയരുത്. എന്നിട്ട് റൂമിൽ വന്ന പ്രതാപൻ പറയണം കേട്ടോ കരുണയോട്, മോളെ നീ എന്തായാലും ശരി, ഈ ഓണത്തിന് നിനക്ക് ഞാൻ വാക്ക് തരികയാണെന്ന്. അവരൊരിക്കലും സന്തോഷിക്കില്ല, അവർ മാറത്തടച്ച് കരയണത് നിനക്ക് കാണാം എന്നിങ്ങനെ പറയുമ്പോൾ ഉണ്ണി പരിഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. മതിയടാ നീ എന്നെ കളിയാക്കണ്ട, നിനക്ക് എൻ്റെ അമ്മയുടെ അടുത്തേ നടക്കുമോ നാടകം, അല്ലാതെ എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഉണ്ണിയുടെ വായ അങ്ങനെ അടഞ്ഞു പോവുകയാണ് കേട്ടോ. എന്താ മുത്തശ്ശിയുടെ അടുത്ത് എന്താണ് ചോദിക്കുക, ഒന്നുമില്ല പറയും. ദേ കരുണ, നിൻ്റെ അച്ഛൻ കണകുണാന്ന് വിളിച്ച് പറയുന്നുണ്ട്, അതൊന്നും ശരിയല്ല കേട്ടോ, നീ മര്യാദയ്ക്ക് നിൻ്റെ അച്ഛനോട് പോകാൻ പറയുക എന്ന് പറയണം കേട്ടോ. പിന്നീട് സീമന്തിനിയുടെ അടുത്തേക്ക് വാമദേവനും അതേപോലെ മേഘനാഥനും നടന്നു കയറുന്നു കണ്ടിട്ട് സീമന്തിനിക്ക് ആകെ സന്തോഷമാവാണ് കേട്ടോ. മോനെ നടക്കാൻ തുടങ്ങിയോ എന്ന് പറയും. പിന്നീട് പിടിച്ച് മെല്ലെ അവിടെ ഇരുത്തും. സംസാരിക്കാറായോ എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് സംസാരിക്കാൻ പറ്റും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മോള് വന്നോ ചോദിക്കും. മോള് വന്നിട്ടില്ല, അവൾ ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലും പോകുന്നുണ്ട്. എന്ത് ചെയ്യുക, ജീവിക്കാൻ വേറെ വഴിയില്ലല്ലോ എന്ന് പറയണം കേട്ടോ. ഇനി എന്തായാലും ശരി, ഇനി എൻ്റെ മോളെ കെട്ടിക്കാനും അവർ തരില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോയിരുന്നു, അവരിനേക്കാളും കൂടുതൽ ദേഷ്യമുള്ളത് നിങ്ങളുടെ പെങ്ങൾക്കാണ് എന്ന് പറയും. ബാങ്കിൽ കുറച്ച് കാശില്ലേ സീമന്തിനി, അതെടുത്ത് കേസ് നടത്തണ്ടേ എന്ന് ചോദിക്കാം. നിങ്ങൾ കേസ് നടത്ത്, എന്താണെങ്കിൽ ചെയ്തു. പക്ഷേ അവിടെ പോയപ്പോഴേ എന്നെ ചൂലും കൊണ്ട് അടിച്ചില്ല എന്നുള്ളൂ, പക്ഷേ എൻ്റെ ചെകിടടിച്ച് വിട്ടാക്കുകയും ചെയ്ത്. ഇനി മോളുടെ കാര്യത്തിലും ഒരു കാര്യവും ചെയ്യില്ല. എന്ത് ചെയ്യും, അച്ഛനും മോനും കൂടിയിട്ടല്ലേ എല്ലാ കാര്യവും ഇങ്ങനെ വരുത്തി വെച്ചത്. ആ മഞ്ജുവിനെയും കല്യാണം കഴിച്ച് എത്ര സുഖമായിട്ട് ഇരിക്കാമായിരുന്നു. എല്ലാം നീ ഒറ്റ ഒരുത്തനല്ലേ നശിപ്പിച്ചത് എന്ന് പറയണം കേട്ടോ. അങ്ങനെ സീമന്തിൻ്റെ വായിലുള്ള ദേഷ്യം മുഴുവനും പറയണം കേട്ടോ. അതേസമയം സീമന്തിന് പറയും, എന്താണെന്ന് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. മേഘനാഥൻ അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ദേഷ്യം സഹിക്കാൻ വയ്യാതാകുമ്പോൾ വാമദേവൻ പറയേണ്ടത്, നീയേ ദേഷ്യമൊന്നും കാണിക്കേണ്ട, ഒരുപാട് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാലേ ഇനിയും പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ മാർക്കോ വന്നിട്ട് നിന്നെ എൻ്റെ മുന്നിലിട്ടും തല്ലും, എന്നെ അതേപോലെ നിൻ്റെ മുന്നിലിട്ടും തരും. അതേ ഉണ്ടാകുള്ളൂ മെച്ചം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം നീ കേട്ട് ജീവിക്കാൻ പഠിക്കുക എന്നിങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് ഡോക്ടർ തോമസ് വന്നിട്ട് ഉണ്ണിയോട് പറയും, രണ്ട് അസുരന്മാരെന്തായാലും പോയല്ലോ, ഇനി നിങ്ങൾക്കും പോകാം എന്തായാലും. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്ക് കണ്ണനെയും മഹിനെയും സ്നേഹിച്ച് അവരുടെ സ്വഭാവം പോലെ കണ്ടുപഠിക്കാൻ നോക്ക്. നിൻ്റെ അച്ഛൻ വഷളാക്കിയിട്ടാണ് നിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയത്. നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അമ്മ എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര അർത്ഥമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇല്ല സാറേ, ഇനി എന്തായാലും ഞങ്ങൾ അവരെ സ്നേഹിച്ചിട്ടാണ് ജീവിക്കാൻ പഠിക്കണത് എന്ന് പറയട്ടോ. എങ്ങനെ സ്നേഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് നിനക്ക് നല്ലത് എന്ന് പറയും. അതുപോലെ ഉണ്ണിയോടും പറയും, നീ നിൻ്റെ ജ്യേഷ്ഠനാണ്, അത് നീ ആദ്യം മനസ്സിലാക്കണം എന്ന് പറയണം കേട്ടോ. പിന്നീട് ഒരാഴ്ചക്കുള്ള മരുന്നൊക്കെ കഴിച്ച് നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറയണം കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോൾ ഡോറ് തുറക്കുന്നത് മഞ്ജു ആയിരിക്കട്ടോ. മഞ്ജുവിനെ കണ്ടതാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നെ ചോദിക്കേ. ഇല്ല, ഞാൻ മാത്രമല്ല സാഗരേട്ടനും വന്നിട്ടുണ്ട്, ഏതായാലും ഓണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയും, സാരമില്ല, ഓണത്തിന് ആൾക്കാരിരിക്കട്ടെ എന്ന്, ആൾക്കാരെ കമ്മിയാക്കലാണല്ലോ നിൻ്റെ ജോലി എന്ന് പറയും കേട്ടോ. എന്താ മഞ്ജു, അങ്ങനെയൊന്നുമില്ല, ഞാൻ കുഞ്ഞും
അവരിവിടെ ഉണ്ട് എന്ന് പറയും കേട്ടോ മഞ്ജു. എനിക്കറിയാം അവിടെ ഉണ്ട് എന്ന്. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയേട്ടൻ ഇന്ന് തന്നെ വന്നത്. നാളെ ഡിസ്ചാർജ് ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് തന്നെ വന്നിരിക്കുകയാണ് പറയും. ഓ, അത്രയ്ക്ക് സ്നേഹമായോ നിനക്ക് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നന്നായി ജീവിച്ചാൽ നന്നു, ഇല്ല പറഞ്ഞാൽ മാർക്കോ ഇവളുടെ മുന്നിലിട്ട് തല്ലി ചതച്ച് നിന്നെ കൊണ്ടുവന്നിടും എന്ന് പറയണിട്ട്. ഇല്ല, ഞാൻ അതെല്ലാം സ്വഭാവം ഒഴിവാക്കി എന്ന് ഉണ്ണി പറയണിട്ട്. വിളിച്ചു കൊണ്ടുകൂടി അകത്തിക്ക് എന്ന് മഞ്ജു പറയണിട്ടോ. പിന്നെ പ്രതാപൻ അമ്മയോട് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയണിട്ടോ. എന്തായാലും ശരി, ഞാൻ ആശുപത്രിയിൽ പോയി അവർക്ക് വേണ്ട പൈസയൊക്കെ കൊടുത്തു. അവരിനി എന്തായാലും ഞാൻ ആ ഒട്ടുപാലിനെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇവർ മരുന്ന് കൊടുത്തു എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് അമ്മേ. ആ കുഞ്ഞിനൊന്നും പറ്റില്ല എന്ന് പറയേ. എൻ്റെ മോളെ ഇനി എന്തായാലും ശരി, ഓണത്തിന് ലേഖയുടെ വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിലാണ്. അവരെല്ലാവരും മാറത്തലച്ച് കരയുന്നത് നമുക്ക് കാണണം, അത് കണ്ട് സന്തോഷിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. ഇനി അവർ കുഞ്ഞിനെ എടുത്ത് ലാളിക്കുന്നത് കണ്ട് സന്തോഷിക്കുമോ? പണ്ടത്തെ പോലെയല്ല, മഹിക്കൊരു കുഞ്ഞായി, അവനെ നടക്കാനും പറ്റി. ഇതൊക്കെ എൻ്റെ മോളെ എങ്ങനെ കണ്ട് സഹിക്കുന്നുള്ളത് അറിയില്ല. എല്ലാ കാര്യവും ഫോണിൽ വരുമല്ലോ, എന്തായാലും അവൾ കാണും പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അമ്മേ, ഞാൻ വാക്ക് തരുന്നത്, അത്രയ്ക്കും ഞാൻ വാക്ക് തരികയാണ് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കൊരു പേടിയും ഞെട്ടലും ഒക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.